ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു റുവാസ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനായി നമ്മൾ ക്ലാസ് 9ലെ മാത്സ് ടെക്സ്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനായി എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. അപ്പോൾ എ ബാഗ് ആൻഡ് എ സ്ലിപ്പേഴ്സ് for 1100 rupees. ഇതിനെ നമുക്ക് ബാഗിനെ എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. സ്ലിപ്പേഴ്സിനെ എന്തായിട്ട് എടുക്കാം? വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ബാഗ് പ്ലസ് സ്ലിപ്പേഴ്സ് ഈസ് ഈക്വൽ ടു 1100. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. അടുത്ത ഭാഗം: the bag cost 300 rupees more than the slippers. അപ്പോൾ ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബാഗ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 300 എന്ന് എഴുതാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് വൈ പ്ലസ് 300 എന്ന്. ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാത്ത എക്സ് എന്ന് പറയുന്ന വേരിയബിളും ഉണ്ട്. ഇതിനെ എന്ത് ചെയ്താൽ മതിയായി? ഈ ഇക്വേഷനിലെത്തുന്ന എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വൈ പ്ലസ് 300 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100. വൈ പ്ലസ് വൈ 2y. 2y പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. ഈ 2yയെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് 300നെ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒരാൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് സൈൻ മൈനസ് ആയി മാറും. 2y ഈസ് ഈക്വൽ ടു 1100 മൈനസ് 300. 2y ഈസ് ഈക്വൽ ടു എത്ര വരും? 1100ൽ നിന്ന് 300 പോകുമ്പോൾ 800. y ഈസ് ഈക്വൽ ടു ഇവിടെ 2 എന്ത് ചെയ്തിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത സാധനം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ആകും. 2y ഈസ് ഈക്വൽ ടു 800. y ഈസ് ഈക്വൽ ടു 800 ബൈ 2 എത്ര വരും? 400 എന്ന് വരും. നമ്മളുടെ ബാഗിൻ്റെ വില എന്താണെന്ന് കിട്ടി? 400 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലിപ്പേഴ്സിൻ്റെ വില എത്ര എന്ന് കിട്ടി? 400 എന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാഗിൻ്റെ വില കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 300 എന്നല്ലേ? വൈയുടെ വാല്യൂ എത്ര കിട്ടി? 400 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 300. എക്സ് ഈസ് ഈക്വൽ ടു 700 എന്ന് കിട്ടും. അപ്പോൾ ബാഗിൻ്റെ വില എത്ര എന്ന് കിട്ടി? 700 എന്ന് കിട്ടി. സ്ലിപ്പേഴ്സിൻ്റെ വില എത്ര എന്ന് കിട്ടി? 400 എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Sum of two numbers is 26 and their difference is 4. What are their numbers? ഇപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിനെ എന്തായിട്ട് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. സെക്കൻഡ് നമ്പറിനെ എന്തായിട്ട് എടുക്കാം? വൈ എന്ന് എടുക്കാം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സമ്മ് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? ഇവരുടെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. നോക്കിയേ, നമുക്ക് എ പെയർ ഓഫ് ഇക്വേഷൻ കിട്ടി ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു മേളിൽ പ്ലസ് സൈനും താഴെ മൈനസ് സൈനും, ഡിഫറൻറ്റ് സൈൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
പ്ലസ് ചെയ്യണം. നമ്മൾ ഡിഫറൻറ്റ് സൈൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സം ചെയ്യാം. സം ഓഫ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. x plus y is equal to 26. x minus y is equal to 4. ഇവരുടെ രണ്ടുപേരുടെയും സം കണ്ടുപിടിക്കും. ഇവിടെ എക്സ് പ്ലസ് എക്സ് എത്ര വരും? 2x. ഇനി പ്ലസ് വൈ പ്ലസ് മൈനസ് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ വൈയിൽ നിന്ന് വൈ പോകുമ്പോൾ 0. 2x plus 0 is equal to 26 plus 4 30. നമുക്ക് എത്ര എന്ന് വരും? 2x is equal to 30 എന്ന് വരും. ഇവിടെ 2 എന്ത് ചെയ്തിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. x is equal to പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ആകും 30/2. x is equal to എത്ര എന്ന് വരും? 15 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി 15. ഇനി സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. 15 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. വൈ ഈസ് ഈക്വൽ ടു 26 മൈനസ് 15. ഇവിടെ പ്ലസ് 15 അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ മൈനസ് 15. 26ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ എത്ര വരും? 11 വരും. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എത്ര എന്ന് വന്നു? 11 വന്നു. നോക്കിയേ, ഇത് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. 15 പ്ലസ് 11 എത്ര വന്നു? 26 എന്ന് വന്നു. ഇനി 15 മൈനസ് 11 എന്ന് തോന്നുന്നു? 4 എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് എഴുതാം? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എത്ര വരും? 40 സെൻറ്റിമീറ്റർ. ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. അപ്പം നമ്മളുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ? ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്. ഇതിൻ്റെ ചുറ്റുമുള്ളതാണ് എന്തെന്ന് വരുന്നത്? പെരിമീറ്റർ എന്ന് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയാമല്ലോ. 2 × L + B. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + B എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റേ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലെങ്ത് അല്ലേ കൂടുതൽ? അപ്പം നമുക്ക് എന്ത് പറയാം? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറയാം. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. P ഈസ് ഈക്വൽ ടു 2 × L + B. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? L ഈസ് ഈക്വൽ ടു B + 8. ബ്രെഡ്ത്തിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈസ് ഈക്വൽ ടു 2 × B + 8 + B. പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 40 ഈസ് ഈക്വൽ ടു 2 × B + B, 2B, 2B + 8. ഇവിടെ 2 ബ്രാക്കറ്റിന് പുറത്താണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആകും. 40 / 2 ഈസ് ഈക്വൽ ടു 2B + 8. അപ്പോൾ 2B + 8 എന്തെന്ന് വരും? 40 / 2 20. ഇനി നമുക്ക് 2B ഇവിടെ നിർത്തിയിട്ട് +8നെ എന്ത് ചെയ്യാം? ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2B ഈസ് ഈക്വൽ ടു 20 - 8. 20 - 8 എത്ര വരും? 12 വരും. ഇവിടെ 2B എന്ന് പറഞ്ഞാൽ 2 × 2B. അപ്പോൾ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ?
അത് ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആകും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2. ഉത്തരം എന്തെന്ന് വരും? 6 എന്ന് വരും. ഇനി നമുക്ക് ലെങ്ത്തിൻ്റെ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലെങ്ത് ഈസ് ഈക്വൽ ടു ബി പ്ലസ് 8. ലെങ്ത് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 8 എത്ര വരും? 14 വരും. അപ്പോൾ നമുക്ക് ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. P is equal to 2 into L plus B. 2 into 14 plus 6. 2 into 14 plus 6 എത്ര? 20. 2 into 20 40. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 40 സെൻറ്റിമീറ്റർ എവിടെ വന്നു? നമ്മൾ വെരിഫൈ ചെയ്തപ്പോഴും കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കറക്റ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A wire 3.5 meters long is to be cut into 2 pieces. 3.5 മീറ്റർ ഉള്ള വയർ. നമുക്ക് വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. 3.5 നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിൽ എഴുതാം? 3 into 2 plus 1 by 2 is equal to 7 by 2 മീറ്റർ എന്ന് എഴുതാം. വിത്ത് 1 piece bent into square. നമ്മൾ ഈ വലിയ വയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. അതിൽ ഒരു പീസ് എന്താക്കുന്നു? സ്ക്വയർ ആക്കുന്നു. ഒരു പീസ് എന്താക്കുന്നു? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കുന്നു. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് മസ്റ്റ് ബി സെയിം. സ്ക്വയറിൻ്റെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവരുടെ വേരിയബിൾ ഒന്നായിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഏതെങ്കിലും ഒറ്റ വേരിയബിൾ മാത്രമേ എടുക്കാൻ പറ്റൂ. നമുക്ക് ഇവിടുത്തെ വേരിയബിൾ എന്തായിട്ട് എടുക്കാം? അല്ലെങ്കിൽ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. സ്ക്വയറിന് എത്ര സൈഡുകളുണ്ട്? 4 സൈഡുകളുണ്ട്. അതുകൊണ്ട് അവരുടെ പെരിമീറ്റർ 4 ഇൻറ്റു എക്സ്, 4x. ട്രയാങ്കിളിന് എത്ര സൈഡുകളുണ്ട്? 3. അപ്പോൾ ഉള്ള പെരിമീറ്റർ 3 ഇൻറ്റു എക്സ്, 3x എന്ന് നമുക്ക് പറയാം. ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ വയർ കിട്ടത്തില്ലേ? അതെത്ര? 7 by 2 meters. അപ്പോൾ 4x plus 3x is equal to 7 by 2 meter. 4x plus 3x എത്ര വരും? 7x. 7x is equal to 7 by 2. ഇവിടെ 7 എന്ത് ചെയ്തിരിക്കുക? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആകും. ഇവിടെ ഫ്രാക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/7. 7നെ തലതിരിച്ചിടുക. അപ്പോൾ 1/7 കിട്ടും. 1/7 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സിനെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് 7നെ മാത്രം അപ്പുറത്ത് കൊണ്ടുപോകാം. എക്സ് ഈസ് ഈക്വൽ ടു 7 by 2 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 7 1/7. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 7 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 7 ഉണ്ട്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? 1/2 മീറ്റർ എന്ന് കിട്ടും അല്ലേ? നമുക്ക് പെരിമീറ്റർ ഓഫ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വയർ ഫോർ സ്ക്വയർ, സ്ക്വയറിന് വേണ്ടിയുള്ള വയറിൻ്റെ ലെങ്ത് എത്ര എന്ന് വരും? 4x is equal to 4 into 1/2 is equal to ഈ 4 into 1/2 നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 4. ക്യാൻസൽ ചെയ്ത് കളയാം, 2 എന്ന് വരും. അപ്പോൾ ആൻസർ എന്തെന്ന് വരും? 2 മീറ്റർ എന്ന് വരും. ഇനി പെരിമീറ്റർ or length of wire for triangle. ട്രയാങ്കിളിന് എത്ര വരും? 3x എന്നാണ് വന്നത്. അപ്പോൾ 3 into 1/2 എന്താ? 3/2 മീറ്റർ എന്ന് എഴുതാം.
Next question. In a class, there are 4 more girls than boys. ഇവിടെ എന്തുണ്ട്? ഗേൾസും ഉണ്ട്, ബോയ്സും ഉണ്ട്. ഗേൾസിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ബോയ്സിനെ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. പറഞ്ഞിരിക്കുന്നത് എന്താ? There are 4 more girls than boys. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? ബോയ്സിനേക്കാൾ 4 പേര് കൂടുതലാണ്. On a day, ഒരു ദിവസം, when only 8 boys were absent. 8 ബോയ്സ് എന്തായിരുന്നു? ആബ്സെൻ്റ് ആയിരുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? y minus 8. അന്ന് the number of girls was twice the number of boys. അന്നത്തെ ഉള്ള ബോയ്സിൻ്റെ എണ്ണം എത്ര? y minus 8. അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ആര്? അന്നത്തെ ഗേൾസ്. നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തു? ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അന്നേ ദിവസം പ്രസൻ്റായ ബോയ്സിൻ്റെ ഇരട്ടിയാണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതാം. എങ്കിൽ ഇവിടെ എക്സിന് ഒരു കൃത്യം വാല്യൂ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? y+4 എന്ന്. നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. നോക്കിയേ, 2 into y minus 8 is equal to എക്സിന് പകരം എന്ത് കൊടുക്കാം? y+4. ഇനി 2നെ നമുക്ക് എന്ത് ചെയ്യാം? അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into y 2y minus 2 into 8 16 is equal to y+4. ഇവിടെ വേരിയബിൾസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, കോൺസ്റ്റൻസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ +y ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ -y. 2y minus y is equal to 4. -16 ഈക്വൽ ടു RHSൽ പോകുമ്പോൾ +16. y is equal to എത്ര എന്ന് വരും? 2y minus y 4 + 16 20 എന്ന് വരും. അന്നത്തെ ബോയ്സിൻ്റെ എണ്ണം, നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 20 ആണ്. ഇനി ഗേൾസിൻ്റെ എണ്ണം എത്ര? y+4. It is 20 + 4 is equal to 24. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. നിങ്ങളെല്ലാവരും ഈ എക്സസൈസ് എല്ലാം ചെയ്ത് നോക്കും. ഈ 2 ക്ലാസ്സുകളും കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. എല്ലാ സംശയങ്ങളും എന്ത് ചെയ്ത് തരാം? കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തീർത്ത് തരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഈ കണക്കുകളെല്ലാം മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.